നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ച, ചിങ്ങം 26-ാം തീയതി. ഈ മണിക്കൂറിലെ 100 പ്രധാന വാർത്തകളുമായി 100 ന്യൂസ് തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ വിവാദം തുടരുന്നതിനിടെ നിർണായക LDF യോഗം ഇന്ന്. MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ CPIക്ക് കടുത്ത അതൃപ്തി. സർക്കാരിന്റെ പുതിയ മദ്യനയവും യോഗം ചർച്ച ചെയ്യുമെന്ന് സൂചന. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റി. മലപ്പുറത്തെ DYSPമാരെയും സ്ഥലം മാറ്റി. IPS തലപ്പത്ത് ഉൾപ്പെടെ അഴിച്ചുപണി നടത്തിയെങ്കിലും ഗുരുതര ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ മാറ്റാതെ സർക്കാർ. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിച്ചെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി നഗരവാസികൾ. പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകും മുൻപേ നാളെ രാവിലെ മുതൽ ആൽത്തറ മേട്ടുകട റോഡിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി. ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിൽ കൊന്നുകുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുണ്ടെന്ന് നിഗമനം. പ്രതികളെന്ന് സംശയിക്കുന്ന നിതിൻ മാത്യുവിനും ഷർമിളയ്ക്കും വേണ്ടി ഉടുപ്പിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനെ അനുനയിപ്പിക്കാനുള്ള പശ്ചിമബംഗാൾ സർക്കാരിന്റെ നീക്കം വീണ്ടും പാളി. 10 അംഗ പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും ഡോക്ടേഴ്സ് ക്ഷണം നിരസിച്ചു. നീതി ലഭിക്കാതെ ജോലിയിൽ തിരികെ പ്രവേശിക്കില്ലെന്ന് ഡോക്ടേഴ്സ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഓഗസ്റ്റ് 19-നാണ് യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവി. 1-2 ഗോളിന് കൊളംബിയയോട് തോറ്റു. ബ്രസീൽ പരാഗ്വേ മത്സരം പുരോഗമിക്കുന്നു. യുവേഫ നേഷൻസ് ലീഗിലെ ജർമ്മനി നെതർലാൻഡ്സ് പോരാട്ടം 2-2 സമനിലയിൽ കലാശിച്ചു. ഫിൻലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് എതിരില്ലാത്ത 2 ഗോൾ ജയം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ മരിച്ച 2ാമത്തെ ആളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് ജീവനക്കാരി വൈഷ്ണയുടെ ഭർത്താവ് ബിനുകുമാർ തന്നെ. സ്ഥിരീകരണം DNA പരിശോധനയിൽ. വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം ബിനുകുമാർ ആത്മഹത്യ ചെയ്തതെന്ന് നിഗമനം. കോഴിക്കോട് വടകരയിൽ പൊതുസ്ഥലത്ത് അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ നഗരസഭ നീക്കി തുടങ്ങി. വാഹന പാർക്കിങ്ങിന് തടസ്സം സൃഷ്ടിച്ച ബോർഡുകളാണ് നീക്കം ചെയ്യുക. വയനാട്ടിലെ സിക്കിൾ സെൽ രോഗികൾക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേക ഓണക്കിറ്റ് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പായസം കിറ്റ്, തേയിലപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല തുടങ്ങിയ ഇനങ്ങളാണ് കിറ്റിലുള്ളത്. കണ്ണൂർ തൊടിക്കളത്ത് CPIM ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ. ശ്രീ നീലകണ്ഠി ഭഗവതി ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലായിരുന്നു സമ്മേളനം നിശ്ചയിച്ചത്. തർക്കത്തെ തുടർന്ന് സമ്മേളനം പാർട്ടി പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാറ്റി. ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനിക്കെതിരെയും എലിപ്പനിക്കെതിരെയും ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി മരണം ഒഴിവാക്കാൻ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണം. മലിനജലത്തിൽ ഇറങ്ങിയവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി. മലപ്പുറം നാടുകാണി ചുരത്തിൽ യാത്രാ ദുരിതം. 4 കിലോമീറ്ററോളം റോഡിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ദുരിതത്തിന് കാരണം. കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വയനാട് പൂതാടി പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 4 വയസ്സുള്ള കടുവയുടെ കാൽപ്പാടുകൾ തന്നെയെന്ന് സ്ഥിരീകരണം. കാടുകയറി നശിച്ച പത്തനംതിട്ട ജണ്ടായിക്കൽ വാതക ശ്മശാനം തിരിഞ്ഞു നോക്കാതെ അധികൃതർ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോഴിക്കോട് ഓർഫനേജ് മുക്കം കടവ് പാലം റോഡ് തകർച്ചയുടെ വക്കിൽ. റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങൾ അപകടത്തിനും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. സെപ്റ്റിക് ടാങ്കിന് ലീക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് 4 ആഴ്ചയ്ക്ക് മുൻപ്. ഈ മാസം 15-ന് ജേലൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊച്ചി മെട്രോ അധിക സർവീസ് നടത്തും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം നടക്കുന്നതിനാലാണ് അധിക സർവീസ്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിന്റെ മുരിക്കാശ്ശേരിയിലെ പൊതുമാർക്കറ്റിൽ മാലിന്യം കുമിഞ്ഞുകൂടി. ദുർഗന്ധം വമിച്ചതോടെ കാൽനട യാത്രികരും വ്യാപാരികളും ദുരിതത്തിൽ. ഇടുക്കി കമ്പംമെട്ട് വണ്ണപ്പുറം ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ കലുങ്ക് പുനർനിർമ്മിക്കാൻ പൊളിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കുഴിയിൽ ഓടയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നെന്ന് പരാതി. കലുങ്ക് പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ.
കാക്കനാട് റോട്ടറി ക്ലബ് ടെക്നോപോളിസും വിളംകുളം ചെലവന്നൂർ റോഡ് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ചെലവന്നൂർ കോളനിയിൽ സമൂഹ സദ്യ ഒരുക്കി. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജെറി തോമസ് ഉദ്ഘാടനം ചെയ്തു. ലിയത്ത് അലി, രാജേഷ്, അസോസിയേഷൻ പ്രസിഡന്റ് ലാലൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. തുടർച്ചയായി 8ാം വർഷവും ഓണത്തിനൊരു കൈത്താങ്ങ് പദ്ധതി നടപ്പിലാക്കി ജോഷ് മാൾ മൂക്കന്നൂർ. 300ഓളം വരുന്ന നിർധന കുടുംബങ്ങൾക്ക് ജോഷ് മാളിന്റെ ഓണത്തിനൊരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. റോജി എം ജോൺ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജോഷ് മാളിന്റെ സ്ഥാപകനും പ്രവാസിയുമായ ഔസേപ്പച്ചൻ തെക്കേടത്ത് ആശംസ അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ ആദ്യമെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ AP അനിലിനെ ആദരിച്ച് ഒമാൻ റോയൽ എയർഫോഴ്സ്. മരണത്തെ മുഖാമുഖം നേരിട്ട ആളുകളെ രക്ഷിച്ച അനുഭവങ്ങൾ അനിൽ 24നോട് പങ്കുവച്ചിരുന്നു. ഹൃദയഭേദകമായ അഭിമുഖമാണ് അനിലിനെ ആദരിക്കാൻ കാരണമെന്ന് ഒമാൻ റോയൽ എയർഫോഴ്സ് പ്രതിനിധി സജി നായർ. എറണാകുളം പ്രസ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഓണസദ്യയും പൂക്കള മത്സരവും മാത്രമാണ് സംഘടിപ്പിച്ചത്. 14 മാധ്യമ സ്ഥാപനങ്ങൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. കോസ്റ്റൽ പോലീസ് AIG G പൂങ്കുഴലി പൂക്കള മത്സരം ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശൻ മുഖ്യാതിഥിയായി. പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം ദിവ്യയ്ക്കും രണ്ടാം സ്ഥാനം ടൈംസ് ഓഫ് ഇന്ത്യയും ഒന്നാം സ്ഥാനം ദിവ്യയ്ക്കും രണ്ടാം സ്ഥാനം ടൈംസ് ഓഫ് ഇന്ത്യയും മൂന്നാം സ്ഥാനം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും കരസ്ഥമാക്കി. വിജയികൾക്ക് സമ്മാനങ്ങൾ ഹൈബി ഈഡൻ MP, JB മേത്തർ MP, പ്രൊഫസർ KV തോമസ്, TJ വിനോദ് MLA എന്നിവർ വിതരണം ചെയ്തു. അഭിഭാഷകർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കർശന നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി. BJP ലീഗൽ സെൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ജില്ലാതല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്നവരാണ് അഭിഭാഷകരെന്നും അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ സുരക്ഷാ പദ്ധതിയുടെ സഹായ വിതരണം മന്ത്രി P രാജീവ് നിർവഹിച്ചു. എറണാകുളം MG റോഡിലെ KHRA ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ അധ്യക്ഷനായി. മരണപ്പെടുന്ന അംഗങ്ങൾക്ക് മരണാനന്തര സഹായം നൽകുന്നതിനായി രൂപീകരിച്ചതാണ് സുരക്ഷാ പദ്ധതി. ഓൾ കേരള MLSP അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആറാട്ടുവഴി സെയിന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മിഷാര ഉദയ് അധ്യക്ഷ പ്രസംഗം നടത്തി. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കരിയില പൊടിക്കാൻ യന്ത്രം പുറത്തിറക്കി. കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന മെഷീന്റെ ലോഞ്ചിംഗ് കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുക, കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് പച്ചക്കറി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്ത് കർഷക ചന്തകൾ തുറന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വികാസ് ഭവനിൽ കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. കണ്ണൂരിലെ തേജസ്വിനി പുഴയുടെ മീൻതുള്ളിയിൽ പാലം നിർമ്മിക്കാൻ 2.40 കോടി രൂപയുടെ ഭരണാനുമതിയായി. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് പാലം നിർമ്മിക്കുക. പാലം യാഥാർത്ഥ്യമായാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. മൂന്നാറിലെ ഏക ആശുപത്രിയായ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നിട്ട് 10 വർഷം. വിനോദസഞ്ചാരികളടക്കം നിരവധി രോഗികളാണ് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകും. വേമ്പനാട്ടുകായൽ പോളയും പായലും കൊണ്ട് നിറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. പായൽ ഉത്ഭവസ്ഥാനങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം. സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളത്തിന് നേട്ടം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ജില്ലാ ഭരണകൂടം ഇന്നും നാളെയും പ്രത്യേക അദാലത്ത് നടത്തും. മേപ്പാടി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തായുള്ള MSA ഹാളിലാണ് അദാലത്ത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദേശഭാഷാ വിഭാഗം നടത്തുന്ന 1 വർഷത്തെ ഇംഗ്ലീഷ് സായാഹ്ന വിദേശഭാഷാ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ രാവിലെ 10 മണിക്ക് വിദേശഭാഷാ വിഭാഗം ഓഫീസിലെത്തണം. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. നാളെ രാവിലെ 9 മുതൽ കോളേജിൽ.
കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി പരിധിയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാത്രി 8 വരെയാണ് വൈദ്യുതി നിയന്ത്രണം. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ ഇന്നു മുതൽ 14 വരെ ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണങ്ങൾ. എറണാകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. തൃശൂർ പുന്നയൂർകുളത്ത് ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. കൽപ്പറ്റ ഗവൺമെന്റ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 12-ന്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള ഗവൺമെന്റ് നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30. ഹരിത കർമ്മസേന പദ്ധതി നിർവഹണത്തിനായി കോട്ടയം ജില്ലാ കോർഡിനേറ്ററെയും CDS കോർഡിനേറ്ററെയും കുടുംബശ്രീ വഴി നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. ഇനി ദേശീയ വാർത്തകൾ. ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന് കര, നാവിക, വ്യോമസേന ഉപമേധാവിമാർ. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് സൈനിക മേധാവികൾ തേജസ് വിമാനത്തിൽ പറന്നത്. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ കൊയ്ത താരങ്ങൾക്ക് സമ്മാനത്തുക പ്രഖ്യാപിച്ച കേന്ദ്ര കായിക വകുപ്പ്. സ്വർണ്ണ മെഡൽ നേടിയവർക്ക് 75 ലക്ഷവും വെള്ളി സ്വന്തമാക്കിയവർക്ക് 50 ലക്ഷവും നൽകും. 30 ലക്ഷമാണ് വെങ്കല മെഡൽ ജേതാക്കൾക്ക് ലഭിക്കുക. ഉത്തരാഖണ്ഡ് കേദാർനാഥ് യാത്രാപഥത്തിൽ മണ്ണിടിച്ചിലിൽ 5 മരണം, 3 പേർക്ക് പരിക്ക്. സോൻ പ്രയാഗിനും ഗൗരികുണ്ടിനുമിടയിൽ പാറകൾ വീണാണ് അപകടമുണ്ടായത്. രേണുകാസ്വാമി കൊലക്കേസ് പ്രതികൾക്കെതിരായ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കർണാടക ഹൈക്കോടതിയുടെ വിലക്ക് കേസിന്റെ അടുത്ത ഹിയറിംഗ് വരെ. സഞ്ചാർ സാധിയുടെ സഹായത്തോടെ 1 കോടിയിലധികം വ്യാജ മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായി വാർത്താവിനിമയ മന്ത്രാലയം. സംശയാസ്പദമായ കോളുകളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാർക്കായി വാർത്താവിനിമയ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് സഞ്ചാർ സാധി. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ജപ്പാനിൽ സന്ദർശനം. ടോക്കിയോ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാനായി. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഭജൻലാൽ ശർമ്മ ദക്ഷിണ കൊറിയ സന്ദർശിക്കും. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ ATMൽ കവർച്ചാശ്രമം. 2 യുവാക്കൾ പിടിയിൽ. പ്രതികളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനുഷ്യക്കടത്ത് കേസിൽ ലാവോസ് ആസ്ഥാനമാക്കിയുള്ള ലോങ്ഷങ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ കുറ്റം ചുമത്തി NIA. കേസിലെ പ്രതികളിൽ ഒരാളായ സുദർശൻ ദാരാഡയെ ഈ വർഷം ജൂണിൽ മുംബൈ NIA അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പ്രതികളായ ജെറി ജേക്കബ്, ഗോഡ്ഫ്രേ അൽവാറസ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. ഗുജറാത്ത് കച്ചിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ യുവാവിനെ വെടിവെച്ചു കൊന്നു. കൊലപാതകം ഡ്രെയിനേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ. 144 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ സൈന്യം. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 32 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റതായി ഗസ ആരോഗ്യ മന്ത്രാലയം. യമനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ തായ്സിൽ സ്കൂളിനു നേരെ US ബ്രിട്ടീഷ് സേന വ്യോമാക്രമണം നടത്തിയെന്ന് ഹൂത്തി വിഭാഗം. നിരവധി പേർ കൊല്ലപ്പെട്ടതായി വിവരം. വ്യോമാക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതെ US ബ്രിട്ടീഷ് സഖ്യം. വിയറ്റ്നാമിൽ വീശിയടിച്ച് യാഗി ചുഴലിക്കാറ്റ്. മരണം 63ആയി. 40 പേരെ കാണാതായി. ബൊളീവിയയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തി നശിച്ചു. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാസേന. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ സ്ഫോടനം. 2 പേർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരുക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വീടിനുള്ളിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3ാമത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. വാഹന പരിശോധനയ്ക്ക് മുൻകൂർ ബുക്കിംഗ് സേവനം അവതരിപ്പിച്ച് ദുബായ് RTA. സ്മാർട്ട് ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാനുള്ള അവസരമാണ് RTA ഒരുക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കേന്ദ്രങ്ങളിലാണ് സൗകര്യം ലഭിക്കുക. UAE പാസ് ലോഗിൻ കോഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ദുബായ് ഇമിഗ്രേഷൻ.
അപരിചിതരുമായി OTPയോ ലോഗിൻ വിവരങ്ങളോ പങ്കുവയ്ക്കരുതെന്നാണ് മുന്നറിയിപ്പ്. സൈബർ തട്ടിപ്പുകൾ വ്യാപകമായതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം റിയാദ് വിമാന സർവീസ് ആരംഭിച്ചു. തുടക്കത്തിൽ എല്ലാ തിങ്കളാഴ്ചകളിലുമാകും സർവീസ്. വൈകിട്ട് 7:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി 10:40 റിയാദിലെത്തും. ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുമെന്ന് മാരുതി സുസുക്കി. 60 കിലോവാട്ട് അവർ ബാറ്ററിയാണ് വാഹനത്തിന് കരുത്തേകുക. ഉത്സവ സീസൺ പ്രമാണിച്ച് ജനപ്രിയ EV മോഡലുകളുടെ വില കുറച്ച് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് വില കുറച്ചതെന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ വിശദീകരണം. 932 രൂപ മുതൽ ആരംഭിക്കുന്ന വിമാന ടിക്കറ്റുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെയിൽ. അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള യാത്രകൾക്കായി ഈ മാസം 16 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് 932 രൂപ മുതലുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ലഭിക്കുക. പ്ലേസ്റ്റേഷൻ 5 പ്രോ പ്രഖ്യാപിച്ച സോണി. നവംബർ 7 പ്ലേസ്റ്റേഷൻ 5 പ്രോ വിപണിയിലെത്തും. ഈ മാസം 26 മുതൽ മുൻകൂറായി ഓർഡർ ചെയ്യാം. കായിക വാർത്തകൾ. വയനാടിന് കൈത്താങ്ങുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൈമാറി. കൂടാതെ ഈ സീസണിൽ ടീം നേടുന്ന ഓരോ ഗോളിനും 1 ലക്ഷം രൂപ വീതം നൽകും. ഗോൾ ഫോർ വയനാട് എന്ന പേരിലാണ് ക്യാമ്പയിൻ. ഈ സീസണിലും അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കും. മിലോസ് ഡ്രിൻസിച്ചാണ് ഉപനായകൻ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന്റെ വിജയക്കുതിപ്പ് തുടരുന്നു. ആവേശ പോരാട്ടത്തിൽ ആലപ്പി റിപ്പിൾസിനെ 2 റൺസിന് തോൽപ്പിച്ചു. കൊല്ലത്തിന്റെ 163 റൺസ് പിന്തുടർന്ന ആലപ്പിയുടെ ഇന്നിംഗ്സ് 8ന് 161 അവസാനിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കാലിക്കറ്റ് FC തിരുവനന്തപുരം കോമ്പൻസ് പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. നായകൻ ബെൻ സ്റ്റോക്സ് ടീമിൽ തിരിച്ചെത്തി. പരിക്കു മൂലം സ്റ്റോക്സിന് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര നഷ്ടമായിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് ഇന്ന് 3ാം മത്സരം. ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന മത്സരത്തിൽ മലേഷ്യ എതിരാളികൾ. ചൈനയെയും ജപ്പാനെയും തോൽപ്പിച്ച ഇന്ത്യയുടെ ലക്ഷ്യം 3ാം ജയത്തിനൊപ്പം സെമി ഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് തകർപ്പൻ ജയം. തൃശൂർ ടൈറ്റൻസിനെ 38 റൺസിന് തോൽപ്പിച്ചു. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ നോക്കാം. കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ദേവര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഈ മാസം 27-ന് തിയേറ്ററുകളിലെത്തും. ജൂനിയർ NTR ആണ് ചിത്രത്തിൽ പ്രധാന വേഷം ഇടുന്നത്. പ്രഭാസ് നായകനാകുന്ന പുതിയ സിനിമ വരുന്നു. കരൈക്കുടിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്നു. ഹനു രാഘവ് പുടിയാണ് തിരക്കഥയൊരുക്കുന്നത്. സിനിമയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ജയം രവി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ബ്രദറിന്റെ ടീസർ ഈ മാസം 21-ന് പുറത്തിറങ്ങും. M രാജേഷ് സംവിധാനം. കരീന കപൂർ നായികയാകുന്ന ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് റിലീസിനൊരുങ്ങുന്നു. ഹൻസാൽ മെഹ്തയാണ് സംവിധാനം. ടോവിനോ ചിത്രം ARMന് UAE സർട്ടിഫിക്കേഷൻ. ചിത്രം നാളെ ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും. നവാഗതൻ ജിതിൻ ലാലാണ് സംവിധാനം. നവാഗതനായ ഇന്ത്യൻ PBയെ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ത്വര എന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് നടന്നു. പ്രശസ്ത സംവിധായകൻ ഷാജൂൺ കാര്യാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇനി വൈറൽ ട്രെൻഡ്സ് നോക്കാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നവവധുമാരുടെ ഡാൻസ്. സംഗീത വിരുന്നൊരുക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ. വീഡിയോ വൈറൽ. പൊന്നോണത്തെ വരവേൽക്കാൻ തിരുവാതിര കളിച്ച യുവതികൾ. വീഡിയോ കാണാം. ഫാക്ട് ചെക്ക്. തെലങ്കാനയിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ JCB ഉപയോഗിച്ച് രക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. സൗദി അറേബ്യയിൽ നിന്നുള്ള രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഗുജറാത്ത് കച്ചിലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നിർമ്മാണ കമ്പനിയിൽ തീപിടുത്തം. ആളപായമോ പരുക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ നിയന്ത്രണ വിധേയം. ഉത്തരാഖണ്ഡ് സോൻപ്രയാഗിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. 3 പേർക്ക് പരുക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട.
2.9 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി, 7 പേർ അറസ്റ്റ്. മുംബൈ ഗൊരേഗാവിൽ വാഹനാപകടം, ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ജയിലിൽ കഴിയുന്ന തടവുകാരെ നേരത്തെ വിട്ടയക്കാൻ ഒരുങ്ങി UK. തടവുകാരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 1700 തടവുകാരെ നേരത്തെ മോചിപ്പിക്കും. ഉത്തർപ്രദേശിൽ വാഹനാപകടത്തിൽ 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. സംഭവം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. ന്യൂസ് പൂർണ്ണമാകുന്നു.